കണ്ട് എന്നെ പരസ്യമായി അപമാനിച്ചത് ആരാ? ഞാൻ ആരെ അപമാനിച്ചില്ല. ഇനി മാർട്ടിനോ രേഷ്മയാണെങ്കിലോ? അയ്യോ, മാർട്ടിൻ ഓച്ചിറ വരുന്നോ? മാർട്ടിൻ എന്ത് ചെയ്യും? മാർട്ടിൻ ഇവിടെ ഉണ്ട്. ഒച്ചിരമ്പലത്തിൽ പോവാം. ഒച്ചിരമ്പലത്തിൽ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. ഭയങ്കര തിരക്കായിരിക്കും വൃശ്ചമാസമൊക്കെ. വരുമ്പോ ഒരു ദിവസം പറ, ഞാൻ ഇവിടുന്ന് വണ്ടി കാറ് വന്ന തിരക്കായിരിക്കും. എന്നാലും നോക്കാം. വേണ്ട, നീ അവിടെ നിക്ക് പറയുന്നില്ല അനീഷ്. അനീഷ് വരുന്നോ? ഇവൻ എന്താ ഇടയ്ക്കിടയ്ക്ക് കൂയി ഇട്ടിട്ട് പോകുന്നത്? അയ്യോ, ആരൊക്കെ ഓച്ചിറ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്ന അല്ലേ ജിഷ്ണു? ജിഷ്ണു അടുത്തായതും ജിഷ്ണു ഏത് നിമിഷം ഓച്ചിറ എത്തിക്കോളൂ. അന്ന് ഞാൻ അഴിക്കു വന്നപ്പോ പറഞ്ഞായിരുന്നു ഞാൻ വരട്ടേന്ന്. അനീഷ് പാവം മാർട്ടിൻ എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ഞങ്ങൾ ആരും പാവമല്ല. ഇതെന്താ അനീഷ് വരുന്നോ? ജിഷ്ണു വന്നു. ഞാൻ നോക്കിയപ്പോ എല്ലാവർക്കും ഒന്നും കിടക്കുന്നു. അനീഷ് വരുന്നോ? ഞാൻ വരട്ടെ. നിങ്ങൾ അവിടെ അല്ലേ? നിങ്ങൾ വന്നോളൂ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. നടന്നാ മതി. ഇന്ന് നടക്ക്. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക്. പാവത്തിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അക്കു പോയി തോന്നുന്നു അല്ലേ? എന്താ ആരുമില്ലേ? വേറെ ഒരാളുണ്ടല്ലോ. അക്കു പൂയിന്ന് വിളിക്കുന്നുണ്ട്. അതെ, അക്കുവിന് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അനീഷ്. അങ്ങനെ പറയണ്ടായിരുന്നു. ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല അത്ര. അനീഷിനെ ഞാൻ കണ്ടു കഴിയുമ്പോൾ പറയാം. ഏതെങ്കിലും സാഹചര്യത്തിൽ കണ്ടു കഴിയുമ്പോൾ പറയാം അനീഷിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ. അങ്ങ് അനീഷ് എന്നാ വരുന്നില്ല. അയ്യോ, പാവൻ ഡോക്ടറിന്റെ സൗണ്ട് കേട്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇനിയില്ല. അല്ല, ഡോക്ടറിന്റെ സൗണ്ട് കേട്ടപ്പോ രേവു കുറ്റം പറഞ്ഞില്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനല്ല, ഈ സൗണ്ട് അല്ല. ഇല്ല, ഡോക്ടർ ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്റ്റോറീസ് അങ്ങനെ ഇടാറില്ല. സ്റ്റോറി ഒക്കെ കാണുമ്പോൾ ചിലപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇടും. അത്രയല്ല. എന്തോ അപ്പുറത്താണോ സൗണ്ട്? അപ്പുറത്തെ വീട്ടിലെ സൗണ്ടോ? അപ്പുറത്തെ വീട്ടിൽ കിടന്ന് ആ തള്ളയും അങ്ങേരും കൂടെ കിടന്ന് മേക്കർ. കാണല്ലോ ദൈവമേ. ചിലപ്പോ കിടന്ന് ചീത്ത വിളിക്കുന്ന കേട്ടാണേ നമ്മളെ മടുത്തു പോകും. ഞാൻ ലൈവ് എടുത്തിടണം. വഴക്കുണ്ടാക്കുന്നതല്ലേ നല്ല രീതി ആള്. ഇത് ഒടുക്കത്തെ വഴക്ക. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലൊക്കെ കിടന്ന് വിളിക്കുന്ന 2 കൂടെ അടിയിട്ടിട്ട്. ഇപ്പൊ അവിടെ ഇളകിയിട്ടുണ്ട്. അടുത്തത് എപ്പോഴാണ് എന്താ? അനീഷ്, എനിക്കറിയാം നീയൊക്കെ എന്നെ കുറ്റം പറയുമെന്ന്, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയും. അനീഷ് അങ്ങനെയാണ്. അനീഷ്, ഞാൻ അങ്ങനെ കുറ്റം പറയുന്ന അനീഷ് തോന്നുന്നുണ്ടോ? എന്നെ കണ്ട കളിയാക്കി കൊല്ലുന്ന് പറയുന്നത്. പോ ഒന്ന്. പിന്നെ നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ വല്ല മൃഗമാണ് നിങ്ങളെ കളിയൊക്കെ. ഞാൻ സൗണ്ടിന്റെ കാര്യം ഉദ്ദേശിച്ചു. ഞാനൊരു വ്യക്തിയെ കണ്ട് കളിയാക്കാറില്ല. ആളെ കണ്ട് ആളുകൾക്ക് കുറ്റം പറയാറില്ല. ആളുടെ ശബ്ദത്തിനാണ് ഞങ്ങൾ കുറ്റം പറയാറ്. അല്ല, ശബ്ദത്തിന് കുറ്റം പറയുന്ന വെച്ചാൽ നമുക്ക് ഈ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു സൗണ്ടും അവരുടെ ടൈപ്പ് ചെയ്ത് വിടുന്നതിന് നമ്മളൊരു രീതി കണ്ടുപിടിച്ച് ഇങ്ങനെ വെച്ചേക്കുമായിരിക്കും. പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ട് ആയിരിക്കണമെന്നില്ലല്ലോ. ഇല്ല, അത്രേ ഉള്ളൂ. അതാണ് കുഴപ്പം. അല്ലാതെ ഒരു വ്യക്തിയെ കണ്ട് കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊരേത്തര ഇതല്ലേ. നമ്മളെല്ലാരും അത് നമ്മൾ
നീ ആ വീടിന്റെ മുന്നിൽ പോയിരുന്ന് ലൈവ് ഇട്ടാ